പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. സഭാ മേലധ്യക്ഷന്മാരെ സന്ദർശിച്ച UDF കൺവീനർ അടൂർ പ്രകാശ്. സീറോ മലബാർ സഭ മാനന്തവാടി രൂപത ബിഷപ്പ് മാർ ജോസ് പെരുന്നേടം, മലങ്കര കത്തോലിക്ക സഭ ബത്തേരി രൂപത ബിഷപ്പ് ഡോക്ടർ ജോസഫ് മാർ തോമസ്, യാക്കോബായ മലബാർ ഭദ്രാസന മെത്രോപ്പൊലീത്ത ഗീവറീസ് മാർ സ്തേഫാനോസ് എന്നിവരുമായാണ് അടൂർ പ്രകാശ് കൂടിക്കാഴ്ച നടത്തിയത്. മാനന്തവാടി ബത്തേരി രൂപതകൾക്കും യാക്കോബായ മലബാർ ഭദ്രാസനത്തിനും കീഴിലാണ് നിലമ്പൂരിലെ വിവിധ ഇടവകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കൂടിക്കാഴ്ച നിർണായകമാകും. വയനാട്ടിലെത്തിയപ്പോൾ സൗഹൃദ സന്ദർശനത്തിന്റെ ഭാഗമായാണ് സഭാ അധ്യക്ഷന്മാരെ കണ്ടെത്തുന്നതാണ് അടൂർ പ്രകാശ് പ്രതികരിച്ചതെങ്കിലും കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പും നിലമ്പൂർ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലും അടക്കം സഭയെ ചൊല്ലി വിവാദങ്ങൾ ഉടലെടുത്തിരുന്നു. ഇക്കാര്യം അടൂർ പ്രകാശുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ സഭാ നേതൃത്വം സൂചിപ്പിച്ചെന്നാണ് വിവരം. പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ക്രിസ്ത്യൻ UDF MLA പോലുമില്ലെന്ന് PV അൻവർ പറഞ്ഞിരുന്നു. ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് സ്ഥാനാർത്ഥി ചർച്ചയിൽ സജീവമായ ഘട്ടത്തിലായിരുന്നു അൻവറിന്റെ പരാമർശം. 20% പ്രാതിനിധ്യമുള്ള ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരു MLA പോലും ഇല്ല എന്ന വിഷയം ഉന്നയിച്ചിട്ടുണ്ടെന്നും VS ജോയിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് PV അൻവർ പറഞ്ഞിരുന്നു. ഇതുൾപ്പെടെയുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയെന്നാണ് വിവരം. KC IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് NT അപ്പച്ചൻ, MC സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കളും അടൂർ പ്രകാശിനൊപ്പമുണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം